സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നേരത്തെ തന്നെ കേരളത്തിൽ വെച്ച് തീർന്നതാണ്. അപ്പം BDS 4 സീറ്റുകളാണ് ഉള്ളത്. അത് 2 ദിവസത്തിനുള്ളിൽ നാളെ മറ്റന്നാൾ ഡിക്ലെയർ ചെയ്തതല്ല. അല്ല, കേരളത്തിൽ നിന്നായിരിക്കും ഡിക്ലറേഷൻ വരുന്നത്. സീറ്റുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അതിപ്പം മാവേലിക്കര, കോട്ടയം, ഇടുക്കി, പിന്നെ ഒരു സീറ്റ് ഞങ്ങൾ നാളെ ഫൈനലൈസ് ചെയ്തേ ഉള്ളത്. ചില വാർത്തകൾ വരുന്നുണ്ട് PC ജോർജിനെതിരെ അങ്ങനെ പരാതി കൊടുത്ത് ദേശീയ നേതൃത്വത്തിന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആർക്കും എതിരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അദ്ദേഹം ഏതോ മാധ്യമങ്ങളിൽ ഇങ്ങനെ വരുന്നതായി കണ്ടു. ഞാനിങ്ങനെ PC ജോർജിനെതിരെ പരാതി കൊടുത്തു എന്നൊക്കെ ഉള്ളത്. ഞാൻ ആർക്കും എതിരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ പരാതി പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, എങ്ങനെയാണ് വർത്തമാനം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തെ കാണിക്കുന്നു. എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. പ്രധാനപ്പെട്ട കാര്യം അല്ല, കടുത്ത വിമർശനം തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ സംസ്ഥാനം സംസാരിക്കുന്ന അല്ലാതെ കേന്ദ്രത്തിൽ സംസാരിച്ച കാര്യമില്ല. അദ്ദേഹം ഒരു BJP-യിൽ പുതിയതായി ജോയിൻ ചെയ്ത ഒരു സംസ്ഥാനത്തിലുള്ള ചെറിയൊരു നേതാവല്ലേ. അപ്പോൾ അദ്ദേഹത്തെ അവിടെ സംസാരിക്കുക എന്നുള്ളതല്ലാതെ കേന്ദ്രത്തിൽ വന്ന് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഈ വിഷയം. അദ്ദേഹം ഇന്നലെ പ്രസ്താവന നടത്തുന്നതായിട്ടും TV-യിൽ മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അതിനെക്കുറിച്ച് ഞാനെക്കുറിച്ച് പറ്റിയായിട്ട് ഡിസ്കസ് ചെയ്യാനോ അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം LDF എന്ന കാലത്തും UDF എന്ന കാലത്തും BJP വന്നപ്പോഴും ആ സെയിം സ്വഭാവം തന്നെയാണെന്ന് നിങ്ങളൊക്കെ കാണുന്നതാണല്ലോ. അവിടെ അതിനെക്കുറിച്ച് പൊട്ടു വാക്കിന് പൊട്ടു ചെവി എന്നുള്ളതാണല്ലോ ഇതൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഈ പത്തനംതിട്ടയിൽ ഞങ്ങൾ എതിർത്തിരുന്നെങ്കിൽ ഒരിക്കലും BJP എടുക്കില്ലല്ലോ. ഞങ്ങളാരും എതിർത്തിട്ടില്ല. അതിനെക്കുറിച്ച് അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളാരും. PC ജോർജ് പറഞ്ഞത് പത്തനംതിട്ടയിൽ അനിൽ പരിചയപ്പെടുത്തി എടുക്കേണ്ട ഒരു ഗതികേട് ഉണ്ട് എന്നാണ്. എന്താണ് അതിൽ BDS എന്താ പറയുന്നത്? അതെന്തൊരു വർത്തമാനം. കാരണം അനിൽ ആൻ്റണി എന്ന് പറയുന്നത് അദ്ദേഹം കേന്ദ്ര BJP-യിലെ നേതൃനിലയിലുള്ള ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളം ആയല്ലോ. അദ്ദേഹത്തിൻ്റെ പിതാവും അല്ലെങ്കിൽ അദ്ദേഹത്തിനും ഈ പേര് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് കോട്ടയത്ത് അതും പ്രത്യേകിച്ച് പത്തനംതിട്ടയെ കൊണ്ട് പരിചയപ്പെടുത്തണം, അദ്ദേഹം ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഒരു അബദ്ധം പറയുന്നുള്ളൂ മാത്രം. അല്ല, PC ജോർജിന് പത്തനംതിട്ടയിൽ സീറ്റ് നിഷേധിക്കപ്പെടാൻ കാരണം അങ്ങും അങ്ങയുടെ പിതാവുമാണെന്നുള്ളൊരു പൊതുധാരണ വികാരം നിലനിൽക്കുന്നുണ്ട്. അതിൽ സത്യാവസ്ഥ എന്താണെന്ന് പറയാമോ? നിങ്ങൾ ഇന്നലെ ഞാൻ 1-2 വാർത്തകൾ ഞാൻ കണ്ടതാണ്. എനിക്ക് സീറ്റ് തന്നിരുന്നെങ്കിൽ ഞാൻ ബോധം കെട്ട് പോയെന്നാണ് പുള്ളി പ്രസ്താവന നടത്തിയത്. എടാ, ഈ ബോധം കെട്ട് പോകുന്ന ഒരാൾക്ക് സീറ്റ് കിട്ടിയാൽ ബോധം കെട്ട് പോകും എന്ന് അദ്ദേഹം തന്നെ പ്രസ്താവന നടത്തി. നിങ്ങൾ കണ്ടവരാ ഞങ്ങളെല്ലാവരും. ഇത് അങ്ങനെ ഒരാൾക്ക് സീറ്റ് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇത്രയും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമെന്ത്? അതിന് SNDPO ജനറൽ സെക്രട്ടറിയും എന്നെയും ഒക്കെ വലിച്ചിറക്കേണ്ട ഒരു കാര്യമില്ല. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ഇവിടെ BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്? ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വെറുതെ വാർത്തകളും അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും പറഞ്ഞത് അതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിലവിലിപ്പോൾ കേന്ദ്ര നേതൃത്വം PC ജോർജിനെ വിളിച്ചു, പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള ആളുകൾ വിളിച്ചു, ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന ഞാൻ നിങ്ങളാരും നഡ്ഡാജിയായിട്ടോ അല്ലെങ്കിൽ അമിത് ഭായി ആയിട്ടോ പ്രൈം മിനിസ്റ്ററോ ആയിട്ടോ ഇദ്ദേഹം കണ്ടുവെന്ന് പോലും എനിക്കറിയില്ല. അവരാരെങ്കിലും അദ്ദേഹത്തിനോ അങ്ങനെ വിളിച്ച് പറയാൻ വേണ്ടി പരിചയമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിയേണ്ടതല്ലേ. കാരണം അങ്ങനെ എനിക്ക് അങ്ങനെ ആരെങ്കിലും വിളിച്ചതെന്ന് എനിക്കറിയില്ല. PC ജോർജ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് NSS നേതൃത്വം അടക്കമുള്ള ആളുകൾക്ക് ഞാൻ മത്സരിക്കണമെന്നായിരുന്നു താല്പര്യം. അപ്പോൾ അത്തരത്തിൽ ആ സമുദായിക സംഘടനകളുടെ പിന്തുണ PC ജോർജിനുണ്ടോ? അപ്പോൾ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയോ NSS ഉൾപ്പെടെയുള്ള അതിൻ്റെ ഏറ്റവും കീഴ്ഘടകം ഉൾപ്പെടെ ആരെങ്കിലും ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP-ക്കെതിരെയോ അല്ലെങ്കിൽ NDA-ക്കെതിരെയോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? ആരെങ്കിലും? ഇത് അദ്ദേഹം തന്നെ സൃഷ്ടിക്കുന്നു, അദ്ദേഹം തന്നെ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല. അദ്ദേഹത്തിന് സീറ്റ് ആഗ്രഹമില്ലാത്ത ഒരാൾക്ക് സീറ്റ് കിട്ടിയാൽ ബോധം കെട്ട് പോകുമെന്ന് പറഞ്ഞൊരാൾക്ക് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ പറയേണ്ട ആവശ്യം എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. PC ജോർജിന് എടുത്ത ഒരു തെറ്റായ തീരുമാനം തോന്നുന്നു. കാരണം അങ്ങ് പറഞ്ഞു കോൺഗ്രസിലും LDF-ലും മാറി നിന്നു, പക്ഷേ ഒരു മാറ്റവുമില്ല ഇപ്പോൾ വന്നപ്പോഴും. അപ്പോൾ PC ജോർജിനെ NDA-യിലേക്ക് എടുത്തത് ഒരു തെറ്റായ തീരുമാനമായി തോന്നുന്നു. BJP ആണല്ലോ എടുത്തത്, NDA-യിലേക്കല്ലല്ലോ എടുത്തിട്ടുള്ളത്. BJP-യിലേക്ക് എടുക്കാനും അത് മാറ്റാനുമുള്ള അധികാരം BJP-ക്കുണ്ട്. ഞങ്ങളെ കൂട്ടുള്ള ഇപ്പോൾ BDS ഞങ്ങൾ എടുക്കില്ല.